ലൈറ്റ് ഷോപ്പ് എന്ന ഒരു കൊറിയൻ സീരീസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ റിലീസ് ആയിട്ടുണ്ട്. മൊത്തം 8 എപ്പിസോഡ്സ് ആണ് ഈ സീരീസിന് വരുന്നത്. മിസ്റ്ററി ഹൊറർ ജോണറിൽ വരുന്ന ഒരു നല്ല സീരീസ് ആണിത്. സാധാരണ കാണുന്ന പോലല്ല. ഏകദേശം ഒരു 5 എപ്പിസോഡ് വരെ നിങ്ങൾ കണ്ടു വന്നാൽ മാത്രമാണ് എന്താണ് ഈ സീരീസ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഒരു ക്ലൂ എങ്കിലും കിട്ടത്തുള്ളൂ. അത്രയ്ക്ക് മിസ്റ്റീരിയസ് ആയിട്ടാണ് സ്റ്റോറി ടെല്ലിംഗ് പോകുന്നത്. തികച്ചും നമുക്ക് ഒരു പിടിയും തരുന്നില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. പ്ലോട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് സ്ട്രേഞ്ച് ആയ ആൾക്കാരെ മുൻനിർത്തിയാണ് കഥ തുടങ്ങുന്നത്. ഈ സ്ട്രേഞ്ച് ആൾക്കാർ എന്താണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സീരീസ് കാണുന്നതിൽ ഒരു കഥയില്ല, അത് സ്പോയിലർ ആയി പോകും. അതാണ് ഞാൻ പറയാത്തത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ സ്ട്രേഞ്ച് ആൾക്കാർ നിങ്ങൾക്ക് നല്ലൊരു സസ്പെൻസ് കാത്തു വെക്കുന്നുണ്ട്. അവരുടേതായ ബാക്ക് സ്റ്റോറി പറയുന്നുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവര് ആരാണ് എന്താണ് എന്നൊക്കെ. അത് ആക്ച്വലി നല്ലൊരു സസ്പെൻസ് തന്നെയാട്ടോ. ഈ സസ്പെൻസ് നമുക്ക് തോന്നാൻ കാരണം ഈ സീരീസിന്റെ നറേഷനാണ്. ഓരോ പെർസ്പെക്റ്റീവിൽ നിന്ന് ഇങ്ങനെ കഥ പറയുന്നത് വെച്ചാണ് നമുക്ക് ഈ ത്രില്ല് ഉള്ളിൽ ഉണ്ടാകുന്നത്. ഒരു പിടിയും കിട്ടാതെ നമ്മൾ ഈ നറേഷൻ കേട്ടിരുന്നു പോകും. ആക്ച്വലി ഇനിയിപ്പോ കഥ എന്താണെന്ന് മനസ്സിലായാലും നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് കണക്ട് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അതെന്തുകൊണ്ടെന്നാൽ ചെറിയ ഡീറ്റെയിൽസ് പോലും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് സീരീസിലെ ഒരു ക്യാരക്ടറിന്റെ മാത്രം കഥ അല്ല പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറെ അധികം ആൾക്കാരും ഇവർ തമ്മിലുള്ള ബന്ധവും എന്താണ് എന്നും നമുക്ക് കത്താൻ കുറച്ച് സമയം എടുക്കും. എനിക്ക് സീരീസ് കണ്ടത് വർത്ത് ഇറ്റ് ആയിട്ടാണ് തോന്നിയത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സീരീസിന്റെ നറേഷൻ നല്ലതാണെങ്കിലും സ്ലോ ആണ്. സ്ലോ പേസിംഗുള്ള സീരീസുകൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെ ഇച്ചിരി ബോറിംഗ് ആവാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. പതുക്കെ എല്ലാ ഡീറ്റെയിൽസും എടുത്ത് പറഞ്ഞാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ സമയം എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലാസ്റ്റ് എപ്പിസോഡിൽ, അതായത് ലാസ്റ്റ് 2 എപ്പിസോഡിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എങ്കിലും അത് ഇച്ചിരി വലിച്ചു നീട്ടലായി നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. കാരണം നിങ്ങൾക്ക് ഒരു സ്ലോ പേസിംഗ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ നിങ്ങളെ തെറ്റു പറയാനും പറ്റില്ല. ബട്ട് ഓൺ ദ ഹോൾ ഇതൊരു അടിപൊളി സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി പറയാനുള്ളത്, മൂവിങ് എന്ന K-ഡ്രാമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്നൊരു ക്യാരക്ടർ ഈ സീരീസിലുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതൊരു യൂണിവേഴ്സായി മാറ്റിയെടുക്കാൻ നോക്കുകയാണ് എന്നാണ്. കാരണം അല്ലാതെ ആ ക്യാരക്ടർ ഇവിടെ വരേണ്ട ഒരു കാര്യമില്ല. മൂവിങ് ഇതേപോലെയല്ല, വേറൊരു കൺസെപ്റ്റ് തന്നെയാണ് പറയുന്നത്. എന്നാലും ഈ ക്യാരക്ടറിന്റെ അപ്പിയറൻസ് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. അതിന് ഇനിയിപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ സീരീസിൽ അതുമായിട്ട് കണക്ട് ചെയ്തൊന്നും പറയുന്നില്ല. എങ്കിലും അങ്ങനെ ഒരു ക്യാരക്ടറിന്റെ അപ്പിയറൻസ് സീരീസിലുണ്ട്. വളരെ നല്ലൊരു മിസ്റ്ററി സീരീസ് ആണിത്. കണ്ടു നോക്കുക. ബാക്ക് സ്റ്റോറീസ് ഒക്കെ നല്ല ഡീപ്പ് കൺസെപ്റ്റ്സ് ആണ് പറയുന്നത്. മൊത്തത്തിൽ ഈ സീരീസിന്റെ കൺസെപ്റ്റ് തന്നെ ഇച്ചിരി വെറൈറ്റി ആണ്. പണ്ട് ആലിസ് ഇൻ ബോർഡർലാൻഡ് കണ്ടപ്പോഴായിരുന്നു എനിക്ക് ഇതുപോലെ ഒരു ഫീലിംഗ് തോന്നിയത്. അതേ മോഡിൽ അല്ല എങ്കിലും അതുപോലെ വ്യത്യസ്തമായ കൺസെപ്റ്റുകൾ കോർത്തിണക്കി വെച്ചിരിക്കുന്ന ഒരു കിടിലൻ സീരീസ് ആണിത്. സോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള ആനിമ മൂവി സീരീസ് കോണ്ടന്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ പിഞ്ച് വാച്ചർ സൈനിങ് ഓഫ്.